ഹലോ ഫാമിലി, ഇന്ന് ഞങ്ങളുടെ ജിമ്മിൻ്റെ ക്രിസ്മസ് പരിപാടിയായിരുന്നു. ഇത് ഞാൻ നീതു ചേച്ചി കേട്ടോ. ഇത് നമ്മുടെ ട്രെയിനർ ചേട്ടൻ തന്നെയാണ് ജിമ്മും. ഞങ്ങൾ നല്ല രീതിയിലാണ് ചേട്ടൻ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ജിമ്മെന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ 2 ഫ്ലോറായിട്ടാണ്, 2ാമത്തെ ഫ്ലോറിലാണ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. പിന്നെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒരു 7 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ പുഷപ്പ് ആയിരുന്നു, പിന്നെ നമ്മൾ പുള്ളപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഗേൾസിന് വേണ്ടിയിട്ട് നമുക്ക് പുഷപ്പ് ഉണ്ടായിരുന്നു, പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ പ്രാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നല്ല നല്ല ഗെയിംസ് ഉണ്ടായിരുന്നു. പുള്ളപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്നും മടുത്തപ്പോൾ നമ്മളെല്ലാവരും ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴാണ് നമ്മുടെ ഗേൾസിൻ്റെ ഗെയിംസ് വരുന്നതെന്ന് അറിഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷപ്പിൻ്റെ വോളി ഇങ്ങനെ പിടിച്ചിട്ട് കമ്പിയിൽ ഇങ്ങനെ ആടുന്ന പുഷപ്പാണ്. അപ്പം ഞങ്ങളെല്ലാം വിചാരിച്ച് നമുക്കിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്കൊന്നും ഞാൻ 143 പുഷപ്പ് ചെയ്തു. എൻ്റെ അമ്മയാണെങ്കിൽ 150 പുഷപ്പ് ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് 3rd പ്രൈസ് കിട്ടി കേട്ടോ. ഇതാണ് എൻ്റെ പുഷപ്പിൻ്റെ വീഡിയോ. ഒന്നും പറയണ്ട, 143 എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തു. പിന്നെ കുറേ ഒരു 143 ഒക്കെ ആയപ്പോൾ പിന്നെ നിർത്താൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ആരും എന്നെക്കാട്ടിലും എടുക്കത്തില്ലെന്ന്. പക്ഷേ എന്നെക്കാട്ടിലും എടുക്കുന്നവരവിടെ ഉണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെ ഞാൻ തോറ്റുപോയി. ഇതാണ് നമ്മുടെ ഗേൾസിൻ്റെ 3rd റണ്ണറപ്പ്. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ ഗേൾസിൻ്റെ 2ാമത്തെ റണ്ണറപ്പ്. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ ഗേൾസിൻ്റെ 3ാമത്തെ നമ്മുടെ പുഷപ്പിൻ്റെ റണ്ണറപ്പ്. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ബോയ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മുടെ ഈ വെയ്റ്റ് ലിഫ്റ്റിങ്, കിടന്നുകൊണ്ട് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഗെയിമായിരുന്നു. അവിടെയും കുറേ ആമ്പിള്ളേർ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ലൊരു ഗെയിമിംഗ് സെഷനായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റൊക്കെ ഇട്ടു. അപ്പം നമ്മൾ മറ്റേ പുഷപ്പിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാനൊന്നും കൈക്കൊന്നും ചെറിയൊരു ബലക്കുറവ് പോലെ ഉണ്ടെങ്കിലും എന്തായാലും മത്സരമല്ലേ, ഞങ്ങളെല്ലാവരും അങ്ങ് മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗേൾസിൻ്റെ പുഷപ്പ് ഒരു 2-3 പേര് കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ വീണു എൻ്റെ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫെയിലായിപ്പോയി. കിട്ടത്തില്ലെന്ന് അറിഞ്ഞാലും ഒരു ഗട്ട്സ് തന്നെ വേണം മത്സരിക്കാൻ. അങ്ങനെ എനിക്കും അങ്ങനെ ഞാനും ചുമ്മാ അങ്ങ് ചേർന്നു. ഈ വീഡിയോ ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് വേണ്ടേ എന്ന് വെച്ചിട്ട് ഞാനും അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഗെയിമൊക്കെ കഴിഞ്ഞ് ഇനി ആമ്പിള്ളാരുടെ ഗെയിമാണ് ഇനി അടുത്തത്. ഇതോടെ നമ്മുടെ ഗെയിമിംഗ് സെഷൻ പൂർത്തിയാവുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മുടെ വൈറ്റ് ഷർട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കിട്ടിയേക്കുന്ന കുട്ടി. ഈ ഒരു ഗെയിമിംഗ് സെഷനോടെ കഴിഞ്ഞ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ട്രെയിനറാണെങ്കിൽ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ കുറേ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഒരു പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, നമ്മുടെ സമ്മാനദാനം. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 പ്രൈസുകളായിരുന്നു. അപ്പം ഇവിടുത്തെ ഗെയിംസ് എന്ന് പറഞ്ഞാൽ പുഷപ്പ് ഉണ്ടായിരുന്നു, പുള്ളപ്പ് ഉണ്ടായിരുന്നു, വെയ്റ്റ് ലിഫ്റ്റിങ്, പ്രാങ്ക്, പിന്നെ വുമൻസിന് ഇത് പുഷപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കൊക്കെയാണ് കേട്ടോ പ്രൈസ് കിട്ടിയത് കേട്ടോ.
ഇവർക്കൊക്കെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസുകൾ ആണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മമ്മാജിക്കും ഉണ്ട് കേട്ടോ തേർഡ് പ്രൈസ് പുഷപ്പിന്. അപ്പോൾ പിന്നെ നമ്മൾ ഇവർക്കൊക്കെ നമ്മൾ സമ്മാനമൊക്കെ കൊടുത്ത്, ഇപ്പോൾ ഇവർക്കൊക്കെ കേട്ടോ പിള്ളേരൊക്കെ കഴിവേ സമ്മതിക്കണം. അപ്പോൾ ഇവർക്കൊക്കെയാണ് നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ സമാധാനമൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഫൈനൽ സെൽഫി എടുത്ത് നമ്മളങ്ങനെ പിരിയുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ സെൽഫി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ 2024 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ക്രിസ്മസ് പരിപാടി. ഇനിയാണ് നമ്മുടെ 2025. നമുക്കിതുപോലെ തന്നെ ഒരു നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.